റിപ്പോർട്ട് ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു PV അൻവർ എന്നുള്ളതാണ് വാർത്ത. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവർ രംഗത്തിറങ്ങും. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് PV അൻവർ. കോൺഗ്രസ് നേതൃത്വത്തെ PV അൻവർ നിലപാട് അറിയിച്ചു. ഇക്കാര്യത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാടാണ് നിർണായകം. ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന മുസ്ലിം സംഘടനകൾ PV അൻവറിനെ അറിയിച്ചു. തോൽക്കാനാണെങ്കിൽ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് സംഘടനകൾ ചോദിക്കുന്നു. റോഷിപാൽ, അഷ്കർ അലി കരിമ്പ, VS രഞ്ജിത്ത്, മുബഷീർ പി അക്ബർ എന്നിവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, PV അൻവർ ഇന്നലെ വരെ പറഞ്ഞതല്ല ഇന്നേക്ക് പറയുന്നത്. ഷൗക്കത്തെങ്കിൽ, ആര്യാടൻ ഷൗക്കത്തെങ്കിൽ അംഗീകരിക്കില്ല എന്ന നിലപാട് PV അൻവർ എടുക്കുകയാണോ, അതോ അതിന്മേൽ VS ജോയ്ക്ക് വേണ്ടി ഒരു സമ്മർദ്ദ തന്ത്രമായി മാത്രം അതിനെ കണ്ടാൽ മതിയോ? സ്മൃതി, കോൺഗ്രസ് നേതൃത്വം വിശദമായ ചർച്ചകൾക്കൊടുവിൽ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയെത്തി പട്ടിക ഹൈക്കമാൻഡ് കൈമാറാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ PV അൻവർ കടുപ്പിക്കുന്നത് നിലപാട്. PV അൻവർ പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം സംഘടനകൾ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന് തന്നോട് അവർ നേതാക്കൾ അറിയിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയസാധ്യത ആര്യാടൻ ഷൗക്കത്തിന് കുറവാണ്. ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് PV അൻവർ എത്തുന്നു. മാത്രവുമല്ല, PV അൻവർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനോട് വ്യക്തിപരമായി വിയോജിപ്പില്ല, മണ്ഡലത്തിൽ വിജയിക്കുക എന്നതാണ് പ്രധാനം, തോൽക്കാൻ വേണ്ടി മത്സരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വിജയസാധ്യത മുൻനിർത്തിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് പോകണം എന്ന നിലപാടിലേക്കാണ് PV അൻവർ എത്തുന്നത്. ഈ കാര്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ PV അൻവർ അറിയിച്ചു. തന്റെ കടുത്ത വിയോജിപ്പ് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിലുള്ള തന്റെ കടുത്ത വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉറച്ച് ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുകയാണെങ്കിൽ താൻ മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയതാണ് മറ്റൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് PV അൻവർ പോകുന്നു എന്ന സൂചനകൾ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിൽ ഉറച്ച് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങും എന്നതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. ഏതായാലും ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ആലോചന, അന്തിമ ആലോചന കൊച്ചിയിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകളായിരുന്നു. പിന്നീട് രാത്രിയോടെ PV അൻവർ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ AP അനിൽകുമാറിനെയും കൊച്ചിയിലേക്ക് വിളിപ്പിച്ചത്. സണ്ണി ജോസഫും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കൊച്ചിയിലുണ്ട്. അതിനൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമുണ്ട്. എല്ലാവരും പരസ്പരം കൂടിയാലോചന നടത്തി മുതിർന്ന നേതാക്കളുമായി ഒരു വട്ടം കൂടി ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമാകും അന്തിമമായി ഇവിടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പേര് ഹൈക്കമാൻഡിന് കൈമാറുക. ഏതായാലും നിലവിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു നേരിയ തരത്തിലെങ്കിലും ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് PV അൻവറിന്റെ പരസ്യ നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. സ്വാഭാവികമായി അൻവർ നേരത്തെ തന്നെ UDFന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്നത് അത് മുസ്ലിം സംഘടനകളുടെ നിലപാടാണ്. അവർ ആ കാര്യം തന്നെ അറിയിച്ചു എന്നതാണ് കോൺഗ്രസിനെ മുസ്ലിം സംഘടനകളുടെ നിലപാട് PV അൻവറിന് മാത്രമാണോ അറിയുക എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ അലി കരിമ്പ, PV അൻവർ നേരത്തെ വിജയിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ PV അൻവർ വിജയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ പൊതുനിലപാടിന് വിരുദ്ധമായി അവിടെ ഒരു കുറുമുന്നണി ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അത്തരം ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നിലപാടറിയിച്ചതിന് ശേഷം അത് തിരുത്താൻ ആര്യാടൻ ഷൗക്കത്ത് നിർബന്ധിതനായിരുന്നു. ഇനി മുസ്ലിം സംഘടനകളുടെ പിന്തുണ എന്ന കാര്യം വരുമ്പോൾ അവിടെ ലീഗുമായി മത്സരിച്ചവിടെ കോൺഗ്രസിന് അവിടെ ഒരു മുഖമുണ്ടാക്കി കൊടുത്തത് ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവാണ്, ആര്യാടൻ മുഹമ്മദാണ്. അങ്ങനെ ലീഗുമായി ആ സംഘർഷങ്ങൾ ഒരു കാലത്ത് തുടർന്നിരുന്നു. കോൺഗ്രസിന്റെ മുഖം ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിക്കൊടുത്തു. അതിന്റെ തുടർച്ച ആര്യാടൻ ഷൗക്കത്തിലൂടെ ശ്രമിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ലീഗിന്റെ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് എത്രത്തോളമുണ്ട്? മുസ്ലിം സംഘടനകൾ എന്ന് പറയുമ്പോൾ തീവ്ര നിലപാടിന് വിരുദ്ധമായി നിൽക്കുന്ന കുറച്ച് പുരോഗമന ആശയങ്ങളുള്ള വ്യക്തിയായിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമെന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്?
സ്മൃതി ആദ്യഘട്ടത്തിൽ തന്നെ രാജ്യപ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യമായി നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത് BS ജോയി ആവുന്നതാണ് ഉചിതമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും UDF ആരെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയാണെങ്കിലും അതിൽ നിരുപാധിക പിന്തുണ നൽകുന്നു എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആര്യാടൻ ചൗക്കത്ത് അവിടെ മത്സരിക്കുകയാണെങ്കിൽ അതിൽ പരാജയ ഭീതി ഉണ്ട് എന്നതാണ് പി വി അൻവർ നൽകുന്ന മുന്നറിയിപ്പ്. അത്തരമൊരു സന്ദേശമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ പി വി അൻവർ അറിയിച്ചിരിക്കുന്നത്. ആര്യാടൻ ചൗക്കത്തിന് പല വിധത്തിലുള്ള എതിർപ്പ് മണ്ഡലങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് വ്യത്യസ്ത മുസ്ലിം സംഘടനകളുടെ അതായത് പ്രബലരായ മുസ്ലിം സംഘടന അടക്കമുള്ള വ്യത്യസ്ത മുസ്ലിം സംഘടനകളുടെ എതിരഭിപ്രായം ആര്യാടൻ ചൗക്കത്തിനെതിരുണ്ട്. അതിനോടൊപ്പം തന്നെ ആര്യാടൻ ചൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ തന്നെ ജയം ഉറപ്പാണ് എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിനെ മാറ്റി പകരം BS ജോയിയോ അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളെയോ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ പി വി അൻവറും ക്യാമ്പും സ്വീകരിച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ശക്തമായൊരു തീരുമാനമെടുത്ത് അതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് പി വി അൻവർ ഒന്നുകിൽ സ്ഥാനാർത്ഥിയാവുക അതല്ലെങ്കിൽ ഉചിതമായൊരു സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ പി വി അൻവർ പരിഗണിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്മൃതി നേരത്തെ ചേർന്ന UDF യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ UDFുമായി സഹകരിപ്പിക്കാൻ ധാരണയിലാക്കിയിരുന്നു. അത് ഒരു അസോസിയേറ്റ് കീഴ്ഘടകം എന്നുള്ള രീതിയിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ അത്തരം ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു UDF നേതൃത്വം എത്തിയിരുന്നത്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി അല്ലെങ്കിൽ തുടർ ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ UDF യോഗം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ആ വിഷയത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം UDF നേതൃത്വം നടത്തിയിട്ടില്ല, പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസും UDFുമായുള്ള ബന്ധം എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ അവശേഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിലും പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തിയുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ആ വിഷയങ്ങൾ അല്ലെങ്കിൽ UDFിലെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്നതിൽ മുന്നണി പ്രവേശനമടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ UDF പിന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് പി വി അൻവർ ക്യാമ്പ് സംശയിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്ത് വേണ്ട എന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്കും അതോടൊപ്പം തന്നെ UDF മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിലപേശലിനും പി വി അൻവർ തയ്യാറാവുന്നത്. മാത്രമല്ല നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നുള്ള ഒരു നേതാവ് കൂടിയായിട്ടുള്ള പി വി അൻവർ വരുമ്പോൾ അതിലേറ്റവും UDFിലെ പ്രധാന ഘടകകക്ഷി എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പി വി അൻവറിനെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ പി വി അൻവറിനെ ഔദ്യോഗിക പരിപാടികളിലേക്കും വേദികളിലേക്കും ക്ഷണിച്ച് അവിടെ ഇരിപ്പിട നൽകിയതും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. സ്ഥാനാർത്ഥി വിഷയത്തിലും പി വി അൻവർ ഉന്നയിക്കുന്ന പേരിനോടാണ് മുസ്ലിം ലീഗിന് കൂടുതൽ മമത എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ആര്യാടൻ ചൗക്കത്ത് BS ജോയി എന്നുള്ള പേരുകൾ ഉയർന്നു കേട്ട